നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായാണ് നിങ്ങൾ ഈ ഒരു വായന കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായുള്ള റിയൂണിയൻ സംഭവിക്കാനുള്ള സമയമായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയും കറണ്ട് ഫീലിങ്സും കറണ്ട് സിറ്റുവേഷനും നമ്മളിവിടെ പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ 100% സത്യസന്ധതയോടുകൂടി വളരെയധികം ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും അതിവിദഗ്ധമായ രീതിയിലുള്ള ഒരു സെപ്പറേഷൻ പീരീഡാണ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒട്ടും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിലുള്ള ഒരു സെപ്പറേഷൻ പീരീഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു മുറിഞ്ഞു പോകുന്ന അവസ്ഥ. ഇവിടെ പലതരത്തിലുള്ള പാസ്റ്റ് ലൈഫ് കാർമിക് എനർജിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മുജ്ജന്മത്തിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള നെഗറ്റീവ് ഊർജങ്ങളെയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഈ മുഴുവനും സ്പ്രെഡിൻ്റെയും നടുക്കഷ്ണത്തിൽ 2 കാർഡുകൾ നമുക്ക് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാണാൻ പറ്റുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു വാക്ക് തർക്കത്തിനെയും തല്ലുപിടുത്തത്തെയും അകൽച്ചയെയും സമാധാനക്കേടിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ്. പക്ഷേ മുൻജന്മത്തിലാണെങ്കിലും, അതായത് കഴിഞ്ഞ ജന്മത്തിലാണെങ്കിലും ഈ ഒരു ജന്മത്തിലാണെങ്കിലും നിങ്ങളുടെ 2 പേരുടെയും ഈ ഒരു പ്രണയബന്ധത്തിന് വളരെയധികം സംരക്ഷണമുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ഒരു സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് ചുറ്റിനുമുള്ളതായിട്ടാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ആത്മീയമായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഊർജം. അതുകൊണ്ട് തന്നെ അധികം മോശക്കേടുകളിലേക്ക് പോകാതെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ ഈ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ വ്യക്തിയാണെങ്കിൽ പോലും വളരെയധികം ഊർജവും ഉത്സാഹവും ഉന്മേഷവുമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ഒരാളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെയധികം ദീർഘവീക്ഷണവും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിൽ വളരെയധികം മുൻകരുതലുകളും ഫ്യൂച്ചറിൽ, അതായത് ഭാവിയിൽ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഗുണങ്ങളും ഈ വ്യക്തിക്ക് അറിയാം. പക്ഷേ എന്തുകൊണ്ടോ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു തെറ്റ് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു വേർപിരിയലിന് കാരണമായിരിക്കുന്നത്. ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയായി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ഊർജം എന്ന് പറയുകയാണെങ്കിൽ മുജ്ജന്മത്തിലും ഈ ഒരു തേർഡ് പാർട്ടിയുടെ അതിശക്തമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയും വളരെയധികം ആശ്ചര്യത്തോടെ ചിന്തിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാകാം, എങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധം ഇത്രയും തകർന്നു പോയത് അല്ലെങ്കിൽ അകൽച്ചയിലേക്ക് പോയത് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഈ വ്യക്തിയെ നിയന്ത്രിക്കാനുള്ള പലതരത്തിലുള്ള കഴിവുകളും ഉള്ളതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് പല രീതികളിലും പല ഭാവങ്ങളിലുമാണ് ഓരോ വ്യക്തികളെയും അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ചിലവർക്ക് അത് കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ചിലവർക്ക് ഇഷ്ടക്കേടും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടുള്ള സംശയരോഗവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അങ്ങനെ ഓരോ വ്യക്തികൾക്കും പല തലങ്ങളിലാണ്, പല തരത്തിലാണ് ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി
ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനും അതിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിൽ വളരെയധികം ചിന്തയോട് കൂടിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും അവസാനിക്കണം അല്ലെങ്കിൽ അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. നിങ്ങളാണെങ്കിൽ പോലും നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനകൾ, നേർച്ചകൾ, കാഴ്ചകൾ, വഴിപാടുകൾ, പല രീതിയിലുള്ള പ്രാർത്ഥനകൾ എല്ലാം നിങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടക്ഷൻ എനർജി നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം, എന്നെ ആരും പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങളുടെ പ്രണയബന്ധത്തിൽ വിള്ളലുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത മാറ്റിവെക്കുക. തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ എനർജി നിങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. ഈ വ്യക്തിയാണെങ്കിൽ പോലും പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി തന്നെയാണ്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ വ്യക്തിയുമായി വിവാഹ ജീവിതം, അതായത് കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കളിക്കൂട്ടുകാരനോ കളിക്കൂട്ടുകാരിയോ ആയിരിക്കാം, ഒരുമിച്ച് ജോലി ചെയ്യുന്ന രണ്ട് വ്യക്തികളായിരിക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള തേർഡ് പാർട്ടിയുടെ കടന്നുവരവ് എന്നേക്കുമായി നിങ്ങൾക്കിടയിലുള്ള പലതരത്തിലുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ബന്ധങ്ങൾ മുറിച്ചെടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് എല്ലാം കൊണ്ടും. പുതിയൊരു ബന്ധം സ്വീകരിക്കാനോ മറ്റൊരു സ്നേഹബന്ധത്തിലേക്ക് പോകാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ വ്യക്തിയാണെങ്കിൽ പോലും വളരെയധികം ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു സ്നേഹബന്ധത്തിനോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിനോ നിങ്ങൾക്ക് രണ്ടു പേർക്കും നീതി ലഭിക്കില്ലേ എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല. നീതിദേവത നിങ്ങളെ കടാക്ഷിക്കും, അല്ലെങ്കിൽ നീതിദേവത നിങ്ങൾക്ക് നീതി വാങ്ങിത്തരും എന്നുള്ളത് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ രണ്ടുപേരും കടന്നു പോകേണ്ട രണ്ട് വ്യക്തികളാണ് എന്നുള്ളതാണ് പ്രപഞ്ചശക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും അത്രത്തോളം സ്നേഹത്തോടു കൂടിയും സംരക്ഷണത്തോടു കൂടിയും സൂക്ഷിച്ചും മുന്നോട്ട് പോയെങ്കിൽ പോലും അവിടെ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രം വന്നു ചേർന്നത്. അവരുടെ കടന്നു വരവിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാകാം, നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. ഇത് തികച്ചും ഒരു കാർമിക് എനർജിയുടെ തിരിച്ചടിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുമല്ലെങ്കിൽ ഒരു കഥ തീർന്നിട്ടില്ല, അതിൻ്റെ തനി ആവർത്തനമായി അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനായി വേറൊരു കഥ ഈ ഒരു ജന്മത്തിൽ വന്നിരിക്കുന്നു. അതായത് മുൻജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വ്യക്തിയുമായി ദാമ്പത്യ ജീവിതം നയിച്ചിരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കമിതാക്കളായിരിക്കാം. അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരു തേർഡ് പാർട്ടി വന്നു കയറിയിട്ടുണ്ടാകാം. അതായത് ആ തേർഡ് പാർട്ടിയുടെ കർമ്മം മുഴുവനുമായി തീരാത്തത് കൊണ്ട് തന്നെ അത് ഈ ഒരു ജന്മത്തിലും വീണ്ടും നിങ്ങളുടെ ഇടയിൽ വന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് തികച്ചും ഒരു കർമ്മ ക്ലിയറിംഗ് ആയിട്ടുള്ള ഒരു എനർജിയും കൂടിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുമായി നിങ്ങൾ മുന്നോട്ട് ഈ ഒരു ബന്ധം വെച്ച് പുലർത്തുമ്പോൾ പോലും ഇവിടെ സ്നേഹം ലഭിക്കും, സ്നേഹം കൊടുക്കാനും സാധിക്കും. അതോടൊപ്പം തന്നെ സ്നേഹ സാക്ഷാത്കാരവും അതിനോടൊപ്പം പലതരത്തിലുള്ള കർമ്മങ്ങൾ തീരുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കർമ്മം തീരുന്നതോടു കൂടിയാണ് പല ക്യാരക്ടറിൻ്റെയും അവസാനത്തെ ഒരു സാന്നിധ്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു കർമ്മം മുഴുവനുമായി പരിപൂർണമായി തീർന്നു കഴിഞ്ഞാൽ മാത്രമാണ് തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം എന്നേക്കുമായി ഇല്ലാതാവുകയുള്ളൂ. അതിൽ നിന്നും നിങ്ങൾക്ക് അസ്വസ്ഥതകളും പല മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ടാകാം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കാണെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ടാകാം. പക്ഷേ അത് പുതിയൊരു
ഒരു ഉദയം അല്ലെങ്കിൽ പുതിയ ഒരു തുടക്കത്തെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇത് അനുഭവിക്കേണ്ടി വന്നാൽ പോലും പുതിയ നല്ല രീതിയിലുള്ള സന്തോഷകരമായിട്ടുള്ള തുടക്കത്തെ തന്നെയാണ് കാർഡ്സ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു സാന്നിധ്യം അവസാനിക്കുക തന്നെ ചെയ്യും. അതായത് ഈ ഒരു സാഹചര്യം, ഈ ഒരു മോശപ്പെട്ട സാഹചര്യം, കാർമിക് സംബന്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ എന്നേക്കുമായി നിന്നു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസപൂർവം, നിങ്ങളുടെ അർപ്പണബോധവും ഇവിടെ 100% റിസൾട്ട് തരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇത്തരം വീഡിയോസ് നിങ്ങൾ കണ്ടിന്യൂഷനായി കണ്ടുകൊണ്ടിരിക്കാനായി ശ്രമിക്കുക. കർമ്മങ്ങളുടെ ആ ഒരു പ്രസൻസ് കുറയാനും കർമ്മങ്ങൾ എത്രയും പെട്ടെന്ന് തീർന്ന് നിങ്ങൾക്ക് റിയൂണിയൻ സംഭവിക്കാനുമുള്ള സാധ്യതകൾ ഇത്തരം മാനിഫെസ്റ്റേഷൻ വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെതായ പ്രൊട്ടക്ഷൻ എനർജികളും നിങ്ങളിലേക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരം വീഡിയോസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണാനായി ശ്രമിക്കുക. എന്തായാലും പുതിയൊരു തുടക്കത്തിനായി കാത്തിരിക്കുക. റിയൂണിയന് നല്ല രീതിയിലുള്ള സാധ്യതകൾ തന്നെയാണ് കാർഡ്സ് വ്യക്തമാക്കുന്നത്. വളരെയധികം സ്നേഹത്തോടു കൂടിയുള്ള പാനപാത്രങ്ങൾ വേണ്ട എന്ന് വെച്ച് ഈ വ്യക്തി ദൂരേക്ക് നടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതിൽ ഈ വ്യക്തി ഒരിക്കലും സന്തോഷിക്കുന്നില്ല. ഒരിക്കലും വളരെ പ്ലസന്റായി സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി നടക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റിവെക്കുക. കാരണം വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ആ വ്യക്തിയും ഒറ്റക്കാണ്, നിങ്ങളും ഒറ്റയ്ക്കാണ്. തേർഡ് പാർട്ടിയുടെ പലതരത്തിലുള്ള മോശപ്പെട്ട പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ പോലും അതിലേക്ക് ഈ വ്യക്തി പരിപൂർണമായി വീണു പോകുന്നില്ല. അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ ആ ഒരു ലക്ഷണത്തിൻ്റെയും ഫലം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്രയാണ് നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.